അതെ, നമുക്കിന്ന് ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പോൾ നമുക്ക് ഒരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടി ഇടിച്ചക്ക വെട്ടി അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. നല്ലോണം കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം കേട്ടാ. കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് 2 വിസിലൊക്കെ അടിക്കാം. അതിനുശേഷം ഇങ്ങനെ ഒരു സ്മാഷർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്താൽ വേഗം ഉടയും. അല്ലെങ്കിൽ ഇടികല്ല അങ്ങനെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കാം. അപ്പോൾ ബാക്കി ഉറങ്ങാണ്ട് കിടക്കുന്ന കഷ്ണങ്ങളൊക്കെ നല്ലോണം ചതഞ്ഞ് കിട്ടും. ഇനി നമുക്കിത് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാച്ചിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചതച്ച ഉള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. 5-6 ഉള്ളി ചതച്ചിട്ട് ചേർത്തു. അത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ. ഇവിടെ ഈ ഇടിച്ചക്ക ചക്ക എന്നൊന്നും പറഞ്ഞാൽ കഴിക്കാൻ പിള്ളേരൊന്നുമില്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേർ കഴിക്കില്ല. പിള്ളേർക്ക് ഇങ്ങനത്തെ ചക്ക മാങ്ങ എന്നൊന്നും പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പക്ഷെ ഞാൻ അവരെ കഴിപ്പിക്കും കേട്ടാ. ഈ രീതിയിൽ ചെയ്താൽ അവർ കഴിക്കില്ല, പക്ഷെ വേറൊരു രീതിയിലൊക്കെ ചെയ്ത് കൊടുത്താൽ കഴിക്കും. അത് ഞാൻ പിന്നീട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളി നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ആ ഉള്ളി മൂത്ത് വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഷോർട്ടേജ് തോന്നിയപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് ഒഴിച്ചു കേട്ടാ. ഉള്ളി നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച മുളകാണ് ചേർക്കണം കേട്ടോ. ഉപ്പേരിക്കൊക്കെ ചതച്ച മുളക് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. മുളക് പൊടിയൊക്കെ ഞാൻ ചതച്ച മുളകാണ് കൂടുതൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇടിച്ചക്കരെ ഉപ്പൊക്കെ ഈ സമയത്ത് നോക്കാം. നമുക്ക് കുക്കറിൽ ഉപ്പിട്ട് വേവിച്ചതാണല്ലോ. അപ്പോൾ ഉപ്പില്ലെങ്കിൽ ഈ ചതച്ച മുളകും കൂടി ചേർക്കുന്ന സമയത്ത് ഉപ്പിൻ്റെ ഷോർട്ടേജൊക്കെ തീർക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ മുളകിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ മൂപ്പിച്ചെടുക്കുക. ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തേട്ടാ. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി മൂപ്പിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു കപ്പോളം നാളികേരം ചേർക്കുന്നുണ്ട്. നാളികേരം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്നും കൂടി മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പേരി കറികളൊക്കെ വയ്ക്കുമ്പോൾ നാളികേരം ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കൊളസ്ട്രോളിന് പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ നാളികേരം സ്കിപ്പ് ചെയ്യാം കേട്ടോ. നാളികേരം അവർക്ക് ചിലപ്പോൾ അത്രയും നന്നായിട്ട് വരുമെന്ന് തോന്നണില്ല. അപ്പം ഞാൻ നാളികേരം ചേർത്തിട്ടുണ്ട്, വല്ലപ്പോഴല്ലേ. അപ്പോൾ നാളികേരം കൂടി ഇട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഇടിച്ചക്ക ചേർക്കാം കേട്ടോ. ഇടിച്ചക്കയിൽ പിന്നെ വല്ല കഷ്ണങ്ങളോടെയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ ചീഞ്ചട്ടിയിൽ ഇട്ടതിന് ശേഷം തവി വെച്ച് നല്ലതുപോലെ ഉടച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഉടച്ചെടുക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കഷ്ണങ്ങളായിട്ട് കിടക്കും. അതിലേക്ക് നമ്മുടെ മുളകും സ്പൈസസ് ഒന്നും ചിലപ്പോൾ പിടിച്ചൊന്നും വരില്ല. അപ്പോൾ നല്ലതുപോലെ ഇടിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇടിച്ചക്ക തോരനാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും, എന്നാലും എൻ്റെ ഒരു രീതി ഞാൻ കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളോ. ഇപ്പോൾ ചക്കരയൊക്കെ സീസണാണല്ലോ. ഇപ്പോൾ ഇടിച്ചക്കയുടെ പ്രായം ആയിക്കെടുക്കണ് ഇവിടുത്തെ പ്ലവമിയൊക്കെ. അപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്ന് തോന്നുന്നു. ചിലയിടത്തൊക്കെ മൂത്ത കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഇടിച്ചക്ക ഒന്ന് തോരൻ വെച്ച് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇടിച്ചക്ക ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ശരി കേട്ടോ.